ഹരി ഓം. ശ്രീമദ്ഭാഗവതം സപ്തമസ്കന്ധത്തിലെ ചതുർത്ഥോധ്യായ 4-ാം അധ്യായം. അതാണിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, വായിക്കാനുള്ളത്. വായിക്കാം ഞാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ ചതുർത്ഥോധ്യായ. നാരദ ഉവാച. ഏവം മൃതശതധൃതിർഹിരണ്യകശിപോ രഥ പ്രാദാത് തത് തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഏവം വൃതശതധൃതിർ ക്വമ ഹിരണ്യകശിപോ രഥ പ്രാദാത് തത് തപസാ പ്രീതോ വരാൻ തസ്യ സുദുർലഭാൻ. നാരദൻ പറയുക, ബ്രഹ്മാവിൽ നിന്ന് ഈ വരവൊക്കെ കിട്ടിയ ഹിരണ്യകശിപു സാധാരണ എല്ലാ വരം കിട്ടുന്നവരെയും പോലെ ഗർവിഷ്ഠനായി തീർന്നു. തനി സ്വഭാവം പുറത്തെടുത്തു. ലോകത്തിനെ മുഴുവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. ദിക്പാലന്മാരുടെ ദുഃഖത്തെയും എല്ലാമാണ് ഈ അധ്യായത്തിൽ കൂടുതലായിട്ട് വിവരിക്കുന്നത്. ആ ഹിരണ്യകശിപുവിൻ്റെ ദുർഭരണമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇത് സാധാരണ ഒരു അധ്യായം എന്ന് പറയാം. കാരണം ആവറേജ് നമ്മൾ ശരാശരി കണക്കെടുക്കുമ്പോൾ 47 ശ്ലോകങ്ങൾ, 47-48 ശരാശരി ഉള്ള അധ്യായങ്ങളാണ്. അതാണ് ഈ അധ്യായത്തിന് 47-48 ശ്ലോകങ്ങളാണുള്ളത്. ബ്രഹ്മോവാച. താതേ മേ ദുർലഭാ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തദാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. താതേ മേ ദുർലഭാ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. താത എന്ന് പറഞ്ഞാൽ ഇവിടെ താത എന്ന് സാധാരണ അച്ഛ എന്നുണ്ട്. താത എന്നേ ഉള്ളൂ. താത നീട്ടിയില്ല. താത അത് കുഞ്ഞ്. വത്സ എന്ന് പറഞ്ഞ കുട്ടി. യാതൊരു വരങ്ങളെ എന്നിൽ നിന്ന് ദുർലഭങ്ങളാകുന്നുവോ അപ്രകാരമുള്ള വരങ്ങളെ ഞാൻ തരുന്നു. എന്ന് വെച്ചാൽ അത്ര കഠിനമായ തപസ്സായിരുന്നുകൊണ്ട് ആ വരങ്ങളെയൊക്കെ ഞാൻ തരുന്നു. തതോ ജഗാമ ഭഗവാൻ അമോഘാനുഗ്രഹോ വിഭുഹോ പൂജിതോ സുരവര്യേണ സ്തുയമാന പ്രജേശ്വരൈഃ. തതോ ജഗാമ ഭഗവാൻ. അത് കഴിഞ്ഞിട്ട് അമോഘാനുഗ്രഹോ വിഭോ. അമോഘമായ സഫലമായ അനുഗ്രഹത്തോടു കൂടിയവനും. കാരണം ആ അനുഗ്രഹമൊക്കെ കിട്ടിയല്ലോ. പിന്നെ ഭഗവാൻ ബ്രഹ്മദേവൻ അസുരനാൽ പൂജിതനായി പ്രജാപതികളാൽ സ്തുതിക്കപ്പെട്ടവനുമായിട്ട് അവിടുന്ന് മടങ്ങിപ്പോയി. ഏവം ലബ്ധപരോ ദൈത്യോ ബിഭ്രത് ഹേമമയം വപോ ഭവത്യഗരാത് അകരോദ്വേഷം ഭ്രാതുർവധമനുസ്മരൻ. ഒന്നുകൂടെ വായിക്കാം. ഏവം ലബ്ധപരോ ദൈത്യോ ബിഭ്രത് ഹേമമയം വപോ ഭഗവത്യഗരോദ്വേഷം ഭ്രാതുർവധമനുസ്മരൻ. ഇപ്പോൾ ഹിരണ്യകശിപുവിന് നേരത്തെ ഉണ്ടായിരുന്ന ശരീരം സ്വർണ്ണമയമല്ല. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം. ആ ശരീരത്തോട് കൂടിയവനാണ് ഹിരണ്യകശിപു. അപ്പോൾ മുടിയും എല്ലാം സ്വർണ്ണമാർദ്ദമാണ്. സ്വർണ്ണ സമാനമായ ശരീരത്തെ ധരിച്ചിരിക്കുന്ന ഈ അസുരന് ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന വരത്തോടു കൂടിയവനായിട്ട് തൻ്റെ ഭ്രാതൃവധം അനുസ്മരിച്ചു. ഭഗവാനിൽ വളരെ വിരോധത്തെ അകരോത് ആചരിച്ചു, അല്ലെങ്കിൽ അത് സംഭവിച്ചു. ഭഗവാനിൽ ദേഷ്യം സംഭവിച്ചു. സവിജിത്യ ദിശ സർവ ലോകാംശ്ചത്രീൻ മഹാസുരഃ ദേവാസുര മനുഷ്യേന്ദ്രാൻ ഗന്ധർവ ഗരുഡോരഗാൻ. അവിടെ ഗന്ധർവ കഴിഞ്ഞൊരു കോമായിട്ടുള്ളുക. ബാക്കിയെല്ലാം വായിക്കുന്ന പോലെ വായിച്ചാൽ മതി. സിദ്ധചാരണ വിദ്യാധ്രാൻ. പിന്നെ വേണ്ട. ഋഷീൻ പിതൃപതീൻ മനൂൻ യക്ഷരക്ഷ പിശാചേശാൻ പ്രേതഭൂതപതീനഥ.
യക്ഷ രക്ഷ പിശാചേശാൻ പ്രേത ഭൂതപതീനഥ സർവസത്വപതി വശമാനീയ വിശ്വജിത് ജഹാരലോകപാലാനാം സ്ഥാനാനി സഹ തേജസ. മഹാസുര സഹ, ആ അസുരന്മാരിൽ പ്രധാനിയായ അവൻ ലോകാനി 3 ലോകങ്ങളെയും എല്ലാ ദിക്കുകളെയും വിജയിച്ചിട്ട് ദേവ അസുര മനുഷ്യ ഇന്ദ്രന്മാർ എല്ലാവരെയും എല്ലാത്തിൻ്റെയും നാഥന്മാരെയും ഗന്ധർവ ഗന്ധർവൻ ഗരുഡൻ ഉരകങ്ങൾ ഇവയെയും സിദ്ധജന്മാർ ചാരണന്മാർ വിദ്യാധരന്മാർ ഇവരെയും പിന്നെ പിതൃപതീൻ ഋഷിക്കളെയും പിതൃപതികളെയും മനുക്കളെയും യക്ഷരക്ഷ പിശാചേശാൻ യക്ഷന്മാർ രക്ഷസുകൾ പിശാചന്മാർ എല്ലാ സകലമാന ഭൂതങ്ങളെയും ഇവരുടെ പാലകന്മാരെയും എല്ലാം സർവപ്രാണിവർഗങ്ങളുടെയും എല്ലാത്തിൻ്റെയും അധിപനായിട്ടുള്ളവരെയും ജയിച്ചിട്ട് വശമാനീയ തൻ്റെ വശത്താക്കിയിട്ട് ലോകപാലന്മാരുടെ തേജസ്സോടുകൂടി ആ സ്ഥാനങ്ങളെ ഓരോരുത്തരുടെ സ്ഥാനങ്ങളെയും ഈ ഹിരണ്യകശിപു തൻ്റേതാക്കി വെച്ചു. വിശ്വജിത്ത് എന്നുവെച്ചാൽ ലോകം മുഴുവൻ ജയിച്ചവനായിട്ട് ഭാവിച്ചു. ദേവോദ്യാനശ്രിയാ ജുഷ്ടമധ്യാസ്തേ സ്മാതൃവിഷ്ടപം മഹേന്ദ്രഭവനം സാക്ഷാത് നിർമ്മിതം വിശ്വകർമ്മണ ത്രൈലോക്യലക്ഷ്മ്യായതനമധ്യുവാസാഖിലമർദ്ധിമത്. ദേവോദ്യാനശ്രിയാ ജുഷ്ടം, ദേവന്മാരുടെ ഉദ്യാനത്തിൽ ശോഭയോടുകൂടി ത്രിവിഷ്ടപം സ്വർഗത്തെ അധ്യാസ്തേ സ്മ വാസസ്ഥാനമായി കൽപ്പിച്ചു. സ്വർഗം കൈയടക്കി. വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ത്രൈലോക്യ ലക്ഷ്മി ആയതനം ത്രിലോകത്തിലുമുള്ള ദേവിയുടെ വാസസ്ഥാനവും അഖിലാർത്ഥിമത് എല്ലാ സമൃദ്ധിയുള്ളതുമായ ആ മഹേന്ദ്രഭവനം സാക്ഷാൽ ദേവേന്ദ്രൻ്റെ ഭവനത്തെ അധിവസിച്ചു, അതും എടുത്തു. ആ ഉദ്യാനത്തിൻ്റെ പേര് നന്ദനം എന്നാണ്. നന്ദനം എന്ന പേരായ ഉദ്യാനമാണ് സ്വർഗത്തിലുള്ള ഉദ്യാനത്തിൻ്റെ പേര്. അതൊന്നും എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിക്കുമ്പോൾ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഓർക്കത്തില്ല. നന്ദനം എന്ന പേരായ ആണ് ഉദ്യാനത്തിൻ്റെ പേര്. ആ ശോഭയോടുകൂടിയ ദേവസ്ഥാനത്തെ വാസസ്ഥാനമായി സ്വയം അങ്ങ് ഉപരോധിച്ചു. യത്ര വിദ്രുമസോപാന മഹാമാരകഥാഭുവഃ യത്ര സ്ഫാടിക കുഡ്യാനി വൈദൂര്യസ്തംഭപങ്ക്തയഃ. അതിനകത്ത് കയറുവാനുള്ള അതിലേക്ക് സോപാനം എന്ന് പറഞ്ഞാൽ പടികൾ. ആ പടികൾ നിലങ്ങൾ മഹാമരതക വികാരങ്ങളെല്ലാം ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ വസ്തുക്കളെ കൊണ്ടാണ്. സ്ഫടിക കുഡ്യാനി, ചുമരുകൾ സ്ഫടികമയങ്ങളാണ്. വൈഡൂര്യം പതിച്ചിരിക്കുന്ന തൂണുകളൊക്കെ ഉള്ള അത് സ്വർഗത്തിൻ്റെ ആ കവാടം ഇന്ദ്രൻ്റെ സ്ഥാനത്തിൻ്റെ ഒരു മഹിമ വർണ്ണിക്കുന്നതേ ഉള്ളൂ. എത്ര ചിത്രവിധാനാനി പത്മരാഗാസനാനി ച പയഭേന നിഭാശയ്യ മുക്താദാമപരിച്ഛദ കൂജദ്ഭിർനൂപുരൈർദേവ്യഃ ശബ്ദയന്ത്യ ഇതസ്തതഃ രത്നസ്ഥലേഷു പശ്യന്തി സുദതി സുന്ദരം മുഖം. ആ ശോഭനങ്ങളായ പല്ലുകളോട് കൂടിയ ദന്തങ്ങളോട് കൂടിയ നല്ല വൃത്തിയുള്ള പല്ലുകളോട് കൂടിയ ദേവികൾ കൂജദ്ഭി ശബ്ദിക്കുന്ന കാൽച്ചിലമ്പുകൾ നൂപുരങ്ങളോടുകൂടി അവിടെ അവിടെ ശബ്ദിപ്പിക്കുന്നവരായിട്ട് രത്നസ്ഥലികളിൽ ആ സുന്ദരമായ മുഖത്തെ നോക്കുന്നു. തസ്മിൻ മഹേന്ദ്രഭവനേ മഹാബലോ മഹാമനാ നിർജിതലോകയേകരാട് രേമേഭിവന്ദ്യാഘ്രിയുഗസുരാദിഭി പ്രതാപിതൈരൂർജിത ചണ്ഡശാസനഃ. തസ്മിൻ മഹേന്ദ്രഭവനേ മഹാബലോ മഹാമനാ നിർജിതലോകയേകരാട് രേമേഭിവന്ദ്യാഘ്രിയുഗസുരാദിഭി പ്രതാപിതൈരൂർജിത ചണ്ഡശാസന. ആ മഹേന്ദ്രൻ്റെ ഭവനത്തിൽ
മഹത്തായ ബലത്തോടു കൂടിയവനും മഹത്തുള്ള മനസ്സോടു കൂടിയവനും നിർജിത ലോക ഏറ്റവും ജയിക്കപ്പെട്ട ലോകത്തോടു കൂടിയവനും ഏകാധിപതിയായിട്ട് പ്രതപിക്കപ്പെടുന്ന ആ ദേവാദികളാൽ അഭിവന്ദ്യമായ പാദയുഗത്തോടു കൂടിയവനും ഊർജിത ചണ്ഡശാസന ഉഗ്രമായ ശാസനയോട് കൂടിയവനുമായി രമിച്ചു. ഇവിടെ വാണു നമ്മൾ പറയില്ല, അവിടെ അങ്ങനെ വിലസി. ആര്? ഹിരണ്യകശിപു സ്വർഗലോകത്തിൽ. തമംഗമത്തം മധുനോരുഗന്ധിന വിവൃത്ത താമ്രാക്ഷമശേഷധിഷ്ണ്യപ ഉപായനയ പാണിഭിർവിന ത്രിഭി തപോയോഗബലൗജസാം പദം. തിഭിസ്ത എന്ന് വായിച്ചാൽ ശരിയാണ്. ത്രിഭിസ്ത എന്ന് വായിച്ചാൽ ശരി തന്നെയാണ്. ത്രിഭി കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണെങ്കിൽ തപോയോഗ ത്രിഭിഹിയാണത്. തപോയോഗബലൗജസാം പദം. ഉരുഗന്ധിന വളരെയധികം വർദ്ധിച്ച ഗന്ധത്തോടു കൂടിയ മധു എന്ന് പറഞ്ഞാൽ തേനെന്നും അർത്ഥമുണ്ട്. അതായത് മതിച്ചവനാണ്. വളരെ ചലിക്കുന്ന താമ്രങ്ങൾ, ചുവപ്പുള്ളതുമായ നേത്രങ്ങൾ, ചുവന്നിരിക്കുന്ന നേത്രങ്ങളാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു പ്രത്യേക ഭാവത്തിലാണ് ഹിരണ്യകശിപുവിൻ്റെ നിൽപ്പ്. തപോ യോഗ ബല ഔജസ, തപസ്, യോഗം, ബല, ഓജസ് എന്നിവയുടെ സ്ഥാനമായിരിക്കുന്ന അവനെ ത്രിഭിവിന 3 പേർ ഒഴികെ അശേഷ ധിഷ്ണ്യപ സകല ലോകപാലന്മാരും ഉപായന പാണിഭി കാഴ്ചദ്രവ്യമുള്ള പാണികളോടും കൂടിയവരായിട്ട് ഉപാസത സേവിച്ചു. വളരെ അടുത്ത് വന്നിരുന്ന് അയാളെ സേവിച്ചു. മൂന്ന് പേരാരാ? ദിക്പാലന്മാരെല്ലാം സകലരും വന്നിച്ചു. ഈ ത്രിമൂർത്തികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ഇയാളുടെ അടിമകളായി. ചുരുക്കം. ജഗുർമഹേന്ദ്രാസനമോജസാസ്ഥിതം വിശ്വാവസുസ്തുംബുരുരസ്മദാദയ ഗന്ധർവസിദ്ധ ഋഷയോസ്തു വന്മുഹുർ വിദ്യാധരാപ്സരസശ്ച പാണ്ഡവ. ജഗുർമഹേന്ദ്രാസനമോജസാസ്ഥിതം വിശ്വാവസുസ്തുംബുരുരസ്മദാദയ ഗന്ധർവസിദ്ധ ഋഷയോസ്തു വന്മുഹുർ വിദ്യാധരാ അപ്സരസശ്ച പാണ്ഡവ. അല്ലയോ പാണ്ഡവ. യുധിഷ്ഠിരനോട് നാരദർ പറയുന്ന ഈ ഭാഗം. സ്വന്തം ഓജസ് കൊണ്ട് മഹേന്ദ്രാസനം ഇന്ദ്രൻ്റെ ഇരിപ്പിടത്തെ സ്ഥിതം ഇരിക്കുന്ന അവനെ വിശ്വാവസു തുമ്പുരു ഞാൻ, അതായത് നാരദൻ, അസ്മദാതയ ഞാൻ ഉൾപ്പെടെയുള്ളവർ ജഗുഹു പാട്ടുപാടി ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷികൾ, വിദ്യാധരന്മാർ, അപ്സരസുകൾ പിന്നെ വീണ്ടും വീണ്ടും അവനെ സ്തുതിച്ചു. ചെയ്യാതെ പറ്റില്ല. സയേവ വർണ്ണാശ്രമിഭി ക്രതുഭിർഭൂരി ദക്ഷിണൈ ഇജ്യമാനോ ഹവിർഭാഗാൻ അഗ്രഹീത് സ്വേന തേജസാ. സയേവ വർണ്ണാശ്രമികളാൽ ഭൂരി ദക്ഷിണൈഹി വളരെയധികം കൂടിയ ദക്ഷിണയോടുകൂടി ക്രതുഭി യാഗങ്ങൾ കൊണ്ട് ഇജ്യമാന ആരാധിക്കപ്പെടുന്ന അവൻ സ്വേന തേജസ തൻ്റെ പരാക്രമത്താൽ ഹവിർഭാഗങ്ങളെയെല്ലാം ഗ്രഹിച്ചു. അങ്ങ് സ്വയമായിട്ട് തീരുമാനിച്ചത് അങ്ങ് ഗ്രഹിച്ചു. യാഗങ്ങൾക്കുള്ളത് ഇന്നാർക്കൊക്കെ ഉള്ള നിയമമുണ്ട്. യാഗങ്ങളുടെ ഹവിസുകൾ നേദിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് അവർക്കുള്ളതാണത്. അത് ഇവൻ തന്നെ അങ്ങ് സ്വയമായിട്ട് ഗ്രഹിച്ചു. സയേവ വർണ്ണാശ്രമിഭി ക്രതുഭിർഭൂരി ദക്ഷിണൈ ഇജ്യമാനോ ഹവിർഭാഗാൻ വായിക്കുക. പിന്നെ ആഗ്രഹീത് സ്വേന തേജസ, അവിടെ ആഗ്രഹീത് നാക്കണം. അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ആകൃഷ്ടപച്യാതസ്യാസീത് സപ്ത ദ്വീപവതീമഹി തഥാ കാമദുഃഖാദ്യൗസ്തോ നാനാശ്ചര്യപ്രദം നഭഃ സപ്തദ്വീപവതി മഹി 7 ദ്വീപുകളോട് കൂടിയ ഈ ഭൂമി ആകൃഷ്ടപച്യ
ഒരു കർഷണം കൂടാതെ തന്നെ ഫലസമൃദ്ധിയുള്ളതായിട്ടും ദ്യൗഹു തു ആണ് ദ്യൗസ്തു ആയത്. സ്വർഗത്തിൽ അഭിമാനിയായ ദേവതയാകട്ടെ കാമദുഃഖ അഭീഷ്ടങ്ങൾ സാധിപ്പിക്കുന്നതായിട്ടും അപ്രകാരം ആകാശത്തിൻ്റെ ദേവത നാനാശ്ചര്യപ്രദം പലതരത്തിലുള്ള ആശ്ചര്യ വസ്തുക്കൾ നൽകുന്നതായിട്ടും ആസീത് അങ്ങനെയായി തീർന്നു, അങ്ങനെ ഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അത്. രത്നാകരാശ്ച രത്നൗഘാൻ ആക്കുക, പിന്നെ സ വെട്ടുക. തത്പത്ന്യശ്ചോഹുരൂർമിഭിः പത്ന്യഃ ച ഉഹുരൂർമിഭിः രത്നാകരാശ്ച രത്നൗഘാൻ തത്പത്ന്യശ്ചോഹുരൂർമിഭിः ക്ഷാരസീധു കൃതക്ഷൗദ്ര ദധിക്ഷീരാമൃതോദകാഃ ക്ഷാരസീധു കൃത ക്ഷൗദ്ര ദധി ക്ഷീര കണ്ടോ, അമൃതം ഉദക അമൃത ഉദക ക്ഷീര അമൃത ഉദക എല്ലാ വാക്കുകളും കിട്ടിയെന്ന് വിചാരിക്കുന്നു. രത്നാകരാശ്ച രത്നൗഘാൻ തത്പത്ന്യശ്ചോഹുരൂർമിഭിः ക്ഷാരസീധു ക്ഷാര കഴിഞ്ഞ് കോമ സീധു ഘൃത ക്ഷൗദ്ര കോമ ദധി ക്ഷീര അമൃതോദക, അതായത് എല്ലാ കാര്യങ്ങളും ക്ഷാരം ഉപ്പ്, സീധു മദ്യം, ഘൃതം നെയ്യ്, ക്ഷൗദ്രം കരിമ്പിൻ്റെ നീര്, ദധി തൈര്, ക്ഷീരം പാല്, അമൃതം അത് അമൃതജലം എന്നുള്ള കരുതിയാൽ മതി. ഉദക ജലങ്ങൾ, രത്നാകര സമുദ്രങ്ങൾ, തത്പത്ന്യ സമുദ്രത്തിൻ്റെ ഭാര്യമാർ, അതായത് സമുദ്രത്തിൻ്റെ ഭാര്യമാർ നദികൾ, അങ്ങനെ ഒരു പര്യായം പറയുന്നുണ്ട്. സമുദ്രത്തിൻ്റെ തത്പത്ന്യ സമുദ്രത്തിൻ്റെ ഭാര്യമാർ, ഊർമിഭി തിരമാലകൾ കൊണ്ട് രത്നൗഘാൻ രത്നസമൂഹത്തെ വഹിച്ചു. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ശൈലാദ്രോണീഭിരാക്രീഡം സർവർത്തുഷു ഗുണാൻ ദ്രുമാഹ ദധാരലോകപാലാനാം ഏക ഏവ പൃഥക് ഗുണാൻ. ശൈലാദ്രോണീഭിരാക്രീഡം സർവർത്തുഷു ഗുണാൻ ദ്രുമാഹ ദധാരലോകപാലാനാം ഏക ഏവ പൃഥക് ഗുണാൻ. ശൈലാഹ പർവ്വതങ്ങൾ, ദ്രോണീഭി താഴ്വരകളാൽ ആക്രീഡം ക്രീഡാസ്ഥാനത്തെയും, ദ്രുമ വൃക്ഷങ്ങൾ, സർവർത്തുഷു ഗുണാൻ സർവ ഋതുക്കളിലും, ഋതുക്കളിലും ഗുണങ്ങളോടുകൂടിയ ഫലത്തിനെയും പുഷ്പങ്ങളെയും എല്ലാം കൊടുത്തു. ഏകൻ തന്നെ ലോകപാലകന്മാരുടെ വിഭിന്നങ്ങളായ ഗുണങ്ങളെ ധരിച്ചു, അതെല്ലാം സ്വയം അങ്ങേറ്റെടുത്തു. അതിനകത്ത് വാക്കുകളൊന്നും പറയാനായിട്ട് ശൈല ദ്രോണീഭിരാക്രീഡം സർവർത്തുഷു ഋതു ആണ്. സർവർത്തുഷു പറയണം കേട്ടോ ഇവിടെ. സർവർത്തുഷു ഗുണാൻദ്രുമ ദധാര ലോകപാലാനാം. പിന്നെ ഏകാന്ന് മതി, മേഘ എന്നുള്ളത് പാലാനാം ഏക ഏവ പൃഥക് ഗുണാൻ. സയിദ്ധം നിർജിത കഗുബേകരാട് വിഷയാൻ പ്രിയാൻ യഥോപജോഷം ഭുഞ്ജാനോ നാതൃപ്യദജിതേന്ദ്രിയഃ അതൃപ്യത് അജിതേന്ദ്രിയഃ. സയിദ്ധം നിർജിത കകുപ് ജയിക്കപ്പെട്ട ദിക്കുകളോടുകൂടിയ നിർജിത കകുപ് ഏകരാട് വിഷയാൻ പ്രിയാൻ. അവിടെ നിർത്തണം, കകുപ് നിർത്തിയിട്ട് ഏകരാട് വിഷയാൻ പ്രിയാൻ. ഏകരാട് ഏകരാജാവായ അവൻ എന്നാണ്. പ്രിയങ്ങളായ വിഷയങ്ങളെ ഭുജിക്കുന്നവനായിട്ട്, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായിട്ട്,
അതൃപ്യത് തൃപ്തനായില്ല. ഇങ്ങനെ സകല ദിക്കുകളെയും ജയിച്ച് ഏകാധിപത്യം ഒക്കെ സ്ഥാപിച്ച് ഹിരണ്യകശിപു ഏത് സമയത്തിൽ ഏതേത് ഭോഗങ്ങളെ ഇഷ്ടപ്പെടുന്നു അതേ വിധം ആ വക സകല വിഷയങ്ങളെയും ഒരു തടസ്സവുമില്ലാതെ അനുഭവിച്ചിരുന്നു. എങ്കിലും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തതുകൊണ്ട് ആ ഭോഗാനുഭവങ്ങൾ ഒരു സംതൃപ്തിയും ഉണ്ടായില്ല. ജിതേന്ദ്രിയനായിരിക്കണം. ഇന്ദ്രിയങ്ങൾ തൻ്റെ വശത്തല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും സ്വസ്ഥതയുണ്ടാവില്ല എന്നാണ് പറയുന്നത്. കണ്ണുകൊണ്ട് കാഴ്ച കണ്ടു അത് മതിയെന്ന് തോന്നുന്നില്ലെങ്കിൽ അത് പിന്നെയും വീണ്ടും ആവർത്തിച്ച് അത് അനുഭവിക്കാൻ തോന്നുന്നതാണ് ഇന്ദ്രിയ ജയമില്ലാത്തതിൻ്റെ ലക്ഷണം. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ കാണുവാണെങ്കിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിൽ അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. ഭക്ഷണത്തിൻ്റെ കാര്യം, രുചികരമായ ഭക്ഷണം നിത്യേന കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്നും അങ്ങനെയുള്ളവരല്ല. കിട്ടുവാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ ജയിച്ചവരാണ് നമ്മൾ. നിർബന്ധങ്ങളില്ലല്ലോ. പക്ഷേ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. ഭക്ഷണ കാര്യത്തിൽ എന്നതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും എല്ലാ നേരവും എൻ്റെ ഇഷ്ടഭോജനം കിട്ടണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ കാഴ്ച, എനിക്കിഷ്ടമുള്ള കാഴ്ച ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അത് എന്താണെങ്കിലും കൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, ചെവി കൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഇന്ദ്രിയങ്ങൾക്ക് ആസ്വാദനം, അതാ പറഞ്ഞത്. ഇന്ദ്രിയ ജയം ഇല്ലാത്തവനായതുകൊണ്ട് പിന്നെയും അതിനോട് ആകർഷിക്കപ്പെട്ടു പോയതുകൊണ്ട് അതിനെ ജയിക്കാത്തവന് പൂർണ്ണ വിജയം ഒരിക്കലും സാധ്യമല്ല. സയുദ്ധം നിർജിത കകുബ് ഏകരാട് വിഷയാൻ പ്രിയാൻ യഥോപജോഷം ഭുജാനോ നാതൃപ്യത് അജിതേന്ദ്രിയ. അത് വേണമെങ്കിലൊന്ന് തിരുത്തി വെച്ചോളൂ, പിരിച്ച് എഴുതിക്കോളൂ. അതൃപ്യത് അജിതേന്ദ്രിയ. ഏവമൈശ്വര്യമത്തസ്യ ദൃപ്തസ്യോശാസ്ത്രവർത്തിനഃ കാലോ മഹാൻ വ്യതീയായ ബ്രഹ്മശാപമുപേയുഷ. ഏവമൈശ്വര്യമത്തസ്യ ദൃപ്തസ്യോശാസ്ത്രവർത്തിനഃ കാലോ മഹാൻ വ്യതീയായ ബ്രഹ്മശാപമുപേയുഷ. ഇങ്ങനെ ഐശ്വര്യമത്ത അതിച്ച് അവനും ഗർവിഷ്ഠനും ഉച്ഛസ്ത്രവർത്തിനഃ ശാസ്ത്രമര്യാദയെ തെറ്റി നടക്കുന്നവൻ. ശാസ്ത്രവർത്തിനഃ ആ ശാസ്ത്രത്തിനെ മര്യാദ, ഒരു ശാസ്ത്ര മര്യാദയുണ്ടല്ലോ, അത് തെറ്റി നടക്കുന്നവനും ബ്രഹ്മശാപത്തെ പ്രാപിച്ചവനുമായ അവൻ്റെ ശാസ്ത്രവർത്തിനഃ ശാസ്ത്രമര്യാദയെ തെറ്റി നടക്കുന്നവനും ആ ബ്രാഹ്മണ ശാപത്തെ ഉപേയുഷ അതിനെ തൻ്റെ അടുത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്തെന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് അത് അടുത്ത ഉള്ളവൻ എന്ന് വെച്ചാൽ എന്താ, അതിനെ സ്വന്തമാക്കിയവൻ. എന്തിന്? ബ്രഹ്മശാപത്തെ. എന്നുവെച്ചാൽ ബ്രഹ്മശാപം കിട്ടിയവനുമായ അവൻ എൻ്റെ മഹാൻ കാലഹ അധിക കാലം വ്യതിയായി അതിക്രമിച്ചു. അത് ഒരു ഇത് വിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറി. നല്ലതൊക്കെയാണ്, പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തത് കൊണ്ട് ഗർവിഷ്ഠനാണ്. അതുപോലെ ശാസ്ത്രങ്ങൾ മര്യാദ തെറ്റി നടക്കുന്നവനാണ്, ബ്രാഹ്മണ ശാപം കിട്ടിയവനാണ്. അതുകൊണ്ട് അവൻ്റെ ആ സ്വഭാവത്തിന് ഒരുപാട് ദുർസ്വഭാവങ്ങൾ അധികരിച്ചു. തസ്യോഗ്രദണ്ഡ സംവിഘ്ന സർവേ ലോകാസപാലകാഃ അന്യത്ര ശരണം യയുരച്യുതം. തസ്യോഗ്രദണ്ഡ സംവിഘ്ന സർവേ ലോകാസപാലകാഃ അന്യത്ര ശരണം യയുരച്യുതം. അവൻ്റെ ആ ഉഗ്രദണ്ഡ സംവിഘ്ന, തസ്യ ഉഗ്രദണ്ഡ സംവിഘ്ന ക്രൂരമായ പീഡനം. ദണ്ഡം എന്ന് പറഞ്ഞാൽ അടി, ദണ്ട് കൊണ്ട് തല്ലുന്നതിനെയാണ് ദണ്ഡം എന്ന് പറഞ്ഞാൽ. നിമിത്തം വളരെ ഭീതരായ താൻ പാലിക്കുന്നവർക്ക്, അതായത് തൻ്റെ പ്രജകൾക്ക് താൻ ഒരു പേടി സ്വപ്നമായി തീർന്നു. സർവേ സമസ്ത ലോകങ്ങളും അന്യത്ര മറ്റൊരു ദിക്കിൽ അലബ്ധ ശരണം ലഭിക്കാത്തവരായിട്ട്, വേറെ ഒരിടത്തും ശരണം ലഭിക്കാത്തവരായിട്ട് എവിടെ പോയി? അന്യത്ര അലബ്ധ ശരണം യയുരച്യുതം. അച്യുതൻ്റെ അടുത്ത്, അച്യുതൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു. തസ്യൈ നമോസ്തു കാഷ്ടായൈ യത്രാത്മാ ഹരിരീശ്വരഃ
യദ്ഗത്വാ ന നിവർത്തന്തേ ശാന്താ സന്യാസിനോ മലാഹ. സന്യാസിന അമല, നിർമ്മലമായ വളരെ അമല, നിർമ്മലം എന്നുള്ള അർത്ഥം. അമല, മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, മലമില്ലാത്ത വളരെ നല്ല പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്ന അന്ധകരണത്തോട്ട് കൂടിയവരായ ശാന്തന്മാരായിട്ടുള്ള സന്യാസി, കർമ്മ ഫലകാംക്ഷങ്ങളെല്ലാം ഉപേക്ഷിച്ച സന്യാസി, സകലതും ഉപേക്ഷിച്ച സന്യാസികളായവരെ സന്യാസിന. യദ്ഗത്വ, യാതൊന്നിനെ പ്രാപിച്ചിട്ട് നിവർത്തന്തേ, പിന്നെ ഈ സംസാരത്തിലേക്ക്, ഈ വിഷയ വസ്തുക്കളിലേക്ക് മടങ്ങി വരുന്നില്ലയോ. ഈശ്വരൻ്റെ സർവാത്മാവുമായ ആ നാരായണനെ ഏത് ദിക്കിലിരിക്കുന്നുവോ തസ്യൈ കാഷ്ടായൈ, ആ ദിക്കിനായിക്കൊണ്ട് നമസ്തു, നമ ഭവിക്കട്ടെ, നമസ്കാരം ഉണ്ടാവട്ടെ. ശരണം പ്രാപിച്ച രീതി എങ്ങനെയാണെന്ന്, ഭഗവത് ഉപാസന നിമിത്തം, ഭഗവാനോടുള്ള ഉപാസന നമ്മൾ പറയലേ, അത് ഉപാസിക്കുന്നവർ എന്ന് വെച്ചാൽ അത് സ്ഥിരമായി ചെയ്യുന്നവരാണ് ഉപാസിക്കുന്നവർ. കർമ്മവാസനാത്മകമായ ദോഷമൊക്കെ ഇല്ലാത്ത സന്യാസികൾ യാതൊരു സ്ഥാനത്തെ പ്രാപിച്ചാൽ, എവിടെ എത്തിയാൽ രണ്ടാമത് ജനന മരണ രൂപമായ ഈ സംസാരത്തിലേക്ക് മടങ്ങി വരുന്നില്ലയോ, അതായത് മോക്ഷം പ്രാപിക്കുന്നതായിട്ടാണ് സന്യസിക്കുന്നത്. അങ്ങനെയുള്ള സന്യാസിമാരെ സർവേശ്വരനും സർവാത്മാവുമായ ആ മഹാവിഷ്ണുവിനെ എവിടെ വസിക്കുന്നുവോ ആ സ്ഥലത്തേക്ക് നോക്കി നമസ്കാരം ചെയ്തു. ഇതി തേ സംയതാത്മാന സമാഹിതധിയോ മല ഉപതസ്തുർഹൃഷീകേശം വിനിദ്രാവായുഭോജനാഃ. ഇതി തേ സംയതാത്മാന സമാഹിതധിയോ മലാഃ ഉപതസ്തുർഹൃഷീകേശം വിനിദ്രാവായുഭോജനാം. സംയതാത്മന, സംയമിപ്പിച്ച് അടക്കിപ്പിടിച്ച വെളിയിലോട്ട് ഗമിക്കുന്ന ഇന്ദ്രിയങ്ങളോടും സമാഹിതധിയ, ഉറപ്പിച്ചിരിക്കുന്ന അന്ധകരണ, മനസ്സും ഉറപ്പിച്ചിട്ടുണ്ട്. വെളിയിലോട്ട് പോകുന്ന ഇന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്കൊക്കെ അത് വെളിയിലോട്ടുള്ളതാണ്. അകത്തോട്ട് ഉള്ളത് അന്ധകരണ വൃത്തികൾ, അവരെയൊക്കെ അടക്കിയവരും അമല, ശുദ്ധഭാവത്തോടും വായുവാകുന്ന ഭോജനത്തോടും കൂടിയവർ സന്യാസിമാരെ നിദ്രാദികളോട് കൂടാത്തവരുമായ അവർ ഹൃഷീകേശം, ഹൃഷീകേശം മഹാവിഷ്ണുവിനെ ഉപതസ്തു സേവിച്ചു. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ വിശുദ്ധാനുഭവാനന്ദ സന്തോഹായ യതോഭയം. വിശുദ്ധാനുഭവാനന്ദ, അവിടം വരെ സന്തോഹായ യതോഭയം. അനുഗ്രഹം ലഭിച്ചാൽ അഭയം, രക്ഷ സിദ്ധിക്കുന്നുവോ, യാതൊരുവനിൽ നിന്ന് രക്ഷ സിദ്ധിക്കുന്നുവോ, അതാണ് വിശുദ്ധാനുഭവാനന്ദ സന്തോഹായ. പരിശുദ്ധമായ അനുഭവരൂപമായ ആനന്ദസ്വരൂപനായ ആ മഹാത്മാവായ പരിപൂർണനായ ഭഗവാന്റെ ആ ഭഗവാന്റെ ആ കാര്യങ്ങൾ പറയുമ്പോൾ വാചാലനായിട്ടാണ് പറയുന്നത്. ഭഗവതി ഐശ്വര്യസ്വരൂപനായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യസ്വരൂപനുമായിരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് തുഭ്യം, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. തേഷാമാവിരഭൂത്വാണി അരൂപാ മേഘനിസ്വന സന്നാദയന്തി കഗുഭഃ സാധൂനാമഭയങ്കരീ. തേഷാമാവിരഭൂത്വാണി അരൂപാ മേഘനിസ്വന സന്നാദയന്തി കഗുഭഃ സാധൂനാമഭയങ്കരീ. ഇങ്ങനെയിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരു അശരീരി വാക്ക് അവർ കേട്ടു. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന അവർ വിളിക്കുക ഭഗവാനെ. അപ്പോൾ ഒരു വാക്ക് കേട്ടു, മേഘഗർജനം പോലെ ഗംഭീരമായിരുന്നതിനാൽ എല്ലായിടത്തും അത് പ്രതിധ്വനിച്ചു, എല്ലായിടത്തും കേട്ടു. ഒരിടത്ത് മാത്രമല്ല, എല്ലാ ജനങ്ങളും കേട്ടു. സാധുജനങ്ങളുടെ ഭീതിയെ തീർക്കുന്നതായിരുന്നു. ഹരി ഓം.